Hey guys, what's up? My name is Adil and welcome to my channel. Today ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കുന്നത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വർക്ക് ഈസി ആക്കാൻ ഉപയോഗിക്കാൻ സഹായിക്കുന്ന AI ടൂൾസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൂന്ന് AI ടൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഒരു AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിറ്റ് ടൈറ്റ്, എന്തായാലും നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും എനിക്ക് റിവ്യൂ പറഞ്ഞുതരാം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും പുതിയ AI കുറിച്ച് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങളുടെ എംപ്ലോയി ആയിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ടൂൾസ് ആണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ടൂൾ ഈസ് നോട്ട്ബുക്ക്. എല്ലാം ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ നമുക്ക് PDF, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ്, അതുപോലെ ടെക്സ്റ്റ്, നമുക്ക് ഒരുപാട് ബ്ലോഗിൽ നിന്ന് കുറെ ടെക്സ്റ്റ് കിട്ടാറുണ്ട്. ആ ടെക്സ്റ്റ് ഒക്കെ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ PDF ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, സമ്മറൈസ് ചെയ്യാൻ പറ്റും. സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ചുരുക്കിങ്ങാണ് നമുക്ക് അതിലുള്ള കീ പോയിന്റ്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾക്കൊരു വീഡിയോ കാണുമ്പോൾ, യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ തന്നെ കീ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാറാണ് ചെയ്യാറ്. അല്ലെങ്കിൽ കമന്റ്സ് പോയാൽ കമന്റ്സിൽ കാണാൻ പറ്റും, ഓരോ സമ്മറൈസേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ എടുത്തത് യൂട്യൂബിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ യൂട്യൂബ് വീഡിയോന്റെ സമ്മറൈസേഷൻ കിട്ടും. അതുപോലെ തന്നെ PDF ആണെങ്കിൽ PDF സമ്മറൈസേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് PDF നിങ്ങൾ പഠിക്കാനുള്ളത് ഉണ്ടാവും. ആ പഠിക്കുന്ന PDF ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞാൽ 10 പേജുള്ള ചിലപ്പോൾ നമുക്ക് 1 പേജിലോ 2 പേജിലോ ചുരുക്കി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊരു ബുക്കിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സമ്മറൈസ് ദിസ് PDF എന്ന് പറഞ്ഞ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡോക്യുമെന്റ് ഇത് റീഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു തരും, സമ്മറൈസ് ചെയ്തു തരും. ഓക്കെ, ചുരുക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഈ ചാപ്റ്ററിലെ ഈ സാധനമാണ് വേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പോർഷനുള്ള ഈ ഭാഗമാണ് എനിക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കേസ് നിങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ നോട്ട്ബുക്ക് എല്ലാം ആ സാധനം നമുക്കിവിടെ കൊണ്ടുത്തരും. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്ത് തന്നാണ്. ഇതിൽ കോർ പോയിന്റ്സുകൾ ഉണ്ടാവും. ആ കോർ പോയിന്റ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ സമ്മറൈസ് ചെയ്ത് തന്നിട്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഔട്ട്കം ചെയ്ത് പ്രോസസ് ചെയ്യുന്ന ഐഡന്റിറ്റി ചെയ്യുന്ന 4 സ്റ്റെപ്പ് ഓഫ് ഹാബിറ്റ് ലൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ചിലപ്പോൾ ഇതിലെ മെയിൻ പോയിന്റ്സ് ആണ് നോക്കുക. ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടി പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല, ചില സാധനങ്ങൾ മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചോദിക്കുക. നമുക്ക് ചിലപ്പോൾ അത് ഫുള്ള് പഠിക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 സ്റ്റെപ്പ് ഹാബിറ്റ് ലൂപ്പിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. എക്സ്പ്ലെയിൻ the 4-step habit loop. കണ്ടോ, അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ വന്നുണ്ടോ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ വർക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാനുള്ള വഴികളാണ് നമുക്ക് ഇതിൽ തന്നത്. ഇത് ആക്ച്വലി ഫ്രീ ആണ്. അതാണ് സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്. ഇത് ഭയങ്കര ഫ്രീ ആണ് നമുക്ക്. അതുപോലെ തന്നെ ഇത് നമുക്ക് ശരിക്കും ക്ലോഡിലും ChatGPT ഒക്കെ പറ്റും. പക്ഷേ ക്ലോഡിലൊക്കെ നമ്മൾ നോക്കണം, നമുക്ക് അതിലൊക്കെ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് സോഴ്സ് ആഡ് ചെയ്യാൻ വളരെ ലിമിറ്റ് ഉണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ നോട്ട്ബുക്ക് LMലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു നമുക്കൊരു 50 PDF അല്ലെങ്കിൽ 50 സോഴ്സസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ ബുക്കിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഏത് ബുക്കാ, 48 Hours of Love. ഈ ബുക്കിനെ കുറിച്ചിട്ട് PDF എടുക്കാൻ പറ്റും, നോക്കാം. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. നമുക്കൊരു സോഴ്സ് ആഡ് ചെയ്യണം. PDF എടുക്കുക. ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് എന്ത് വേറെ പ്രോംപ്റ്റും ഇതിൽ കൊടുക്കാൻ പറ്റുമോ. വാട്ട് ആർ ദ കീ പോയിന്റ്സ് ഇൻ അറ്റോമിക് ഹാബിറ്റ്. ലാബ് കുറച്ച് ഹാങ് ആണ്.
ഇപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു വിചാരിക്കാറുണ്ട്, ഈവൻ ഇപ്പോൾ ഞാൻ കുറച്ച് വിചാരിച്ചിട്ടുണ്ടാവും ChatGPT ആണ് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോൾ ഓരോന്നിനും ഓരോ ടൂൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏജൻസി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇത് ജെമിനായുടെ ഒരു ഏജന്റ് ആണ് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി ഇതിന് നെക്സ്റ്റ് വണ്ടർഫുൾ തിങ് എന്താന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് റിപ്പോർട്ട് ആക്കാൻ പറ്റും, മൈൻഡ് മാപ്പ് ആക്കാൻ പറ്റും, ഓഡിയോസ് കിട്ടും, വീഡിയോസും കിട്ടും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ, ബ്രീഫിംഗ് ഡോക്ക് ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ 2 സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ 2 സോഴ്സിനനുസരിക്കും ഇവിടെ എന്ത് റിപ്പോർട്ട് തരിക. ഓക്കെ, അതുകൊണ്ടാണ് ബേസ്ഡ് ഓൺ 2 സോഴ്സസ് ഇവിടെ കൊടുത്തത്. നമുക്ക് എന്താക്കാം, മാച്ചിങ് ആയിട്ടായിരിക്കണം ഇവിടെ സോഴ്സ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സോഴ്സ് എടുക്കുമ്പോൾ ഇപ്പം എൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എന്താണ് നമ്മൾ 2 സോഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ നമുക്ക് വേണേൽ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്, പ്ലസ് IT മേഖലയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് ഈ റോഡ് മാപ്പ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, നമുക്ക് പഠിക്കുമ്പോൾ പലരും ചോദിക്കുന്ന സാധനമാണ് റോഡ് മാപ്പ് തരുമോ, റോഡ് മാപ്പ് തരുമോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നാൽ മതി, ChatGPT അടുത്ത് പോയിട്ട് ഒരു പ്രോംപ്റ്റ് പറയാം, പ്ലീസ് ഗിവ് മീ എ റോഡ് മാപ്പ് ഫോർ പൈത്തൺ ലാംഗ്വേജ് എന്ന് പറയാം. ഐ ആം എ ബിഗിനർ. നമ്മൾ കോണ്ടെക്സ്റ്റ് കൊടുക്കുക, അതായത് ഞാനൊരു ബിഗിനറാണ്, എനിക്ക് പൈത്തണിൻ്റെ കോഴ്സ് പഠിക്കണം താല്പര്യമുണ്ട്, സോ ഗിവ് മീ എ റോഡ് മാപ്പ് ഫോർ ദിസ്. ആ ഒരു റോഡ് മാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ റോഡ് മാപ്പ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു തരും, റിപ്പോർട്ടാക്കി തരും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് 2 സോഴ്സസ് ഉണ്ടായത് കൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഓക്കെ, Atomic Habits, Fundamentals, Habits and Identity, How Habit Work, 4 Laws, Specific Service. The 4 laws ഉണ്ടാവും. One law make it obvious, second law make it attractive, third law make it easy എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ 4 ലോസും പിന്നെ ബ്രേക്കിംഗ് ദ ബാഡ് ഹാബിറ്റ്സ് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ സമ്മറൈസേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഓഡിയോ ഓവർവ്യൂ നോക്കാം. ഓഡിയോ നമുക്ക് പല ലാംഗ്വേജ് കിട്ടും കേട്ടോ. ഹിന്ദി ഉണ്ട്, മറാത്തി ഉണ്ട്, ഏത് ലാംഗ്വേജ് അറിയില്ല, പിന്നെ മലയാളത്തിൽ കിട്ടും. സോറി, ഇതാണ് മറാഠിക്ക്, ഇതേതാ എനിക്കറിയില്ല. പിന്നെ തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോസ് കിട്ടും. ഇതിൽ നമുക്ക് പോഡ്കാസ്റ്റ് രൂപത്തിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു നമ്മൾ ചെയ്ത അറ്റോമിക് ഹാബിറ്റ്സിന്റെ സമ്മറൈസേഷൻ പറയാം, നമുക്ക് പോഡ്കാസ്റ്റ് രൂപത്തിൽ കിട്ടും. ചിലപ്പോൾ ഇത് വായിക്കാൻ കഴിയില്ല, അപ്പൊ നമുക്ക് കേട്ട് ചെയ്താൽ. അപ്പോൾ കേട്ട് ചെയ്താൽ നമ്മൾ കൊടുത്ത കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഓഡിയോ ഓവർവ്യൂ കിട്ടുക. ഓക്കെ, ഇത് കുറച്ച് ഫ്യൂ മിനിറ്റ്സിൻ്റെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെഷനും കൂടി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ഞാനാവില്ലാന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ എന്താക്കാം, ഒരു യൂട്യൂബ് ലിങ്ക് കാണിച്ച് ഞാൻ സമ്മറൈസ് തരാം. അപ്പം നമുക്ക് പഠിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ കോഴ്സ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ അപ്പ് സ്കിൽ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഈ ലിങ്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ വീഡിയോൻ്റെ സമ്മറൈസേഷൻ കിട്ടും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു സൈബർ സെക്യൂരിറ്റിൻ്റെ കോഴ്സ് പഠിക്കാം. ഓക്കെ, സൈബർ സെക്യൂരിറ്റി കോഴ്സ് എന്ന് പറയുമ്പം എങ്ങനെയുണ്ട്, OWASP ടോപ്പ് 10 അതിനെ കുറിച്ചിട്ട്. ഓക്കെ, OWASP ടോപ്പ് 10 ഒരു 24 മിനിറ്റ് വീഡിയോ. ഓക്കെ, 24 മിനിറ്റിന്റെ വീഡിയോ ആണ്. ആൻഡ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾ
മൾട്ടിപ്പിൾ സോഴ്സ് എടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ സോഴ്സസ് ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള സാധനം, മിക്കവാറും അത് ക്ലബ് ആവാനുള്ള ചാൻസസ് ഹൈ ആണ് ഇത് വെച്ച് നോക്കുമ്പോൾ. എക്സ്പ്ലെയിൻ എക്സസസ് എന്ന് പറയാം. എക്സസസ് എന്താണെന്ന് ചോദിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ എക്സസസ്. എക്സസസ് എന്താണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, ഇതിന്റെ മൈൻഡ് മാപ്പ് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതിന്റെ വീഡിയോ എന്തിനെ കുറിച്ചാണ് പറയുന്നതിനുള്ള ഒരു പാരഗ്രാഫ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തിന്റെ വീഡിയോ ആണെങ്കിലും അതിനെക്കുറിച്ച് സാധനങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങൾ ഓരോ കീവേഡ്സ് ആണ് എന്തിനെ കുറിച്ചുള്ളതാണ് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട്. ഇവിടെ വണ്ടർ ബ്രോക്കൺ ആക്സസ് വേണം, അതുപോലെ സെക്യൂരിറ്റി മിസ്കൺഫിഗറേഷൻ, സോഫ്റ്റ്വെയർ സപ്ലൈ ചെയിൻ, ക്രിപ്റ്റോഗ്രാഫിക് ഫെയിലിയേഴ്സ്, ഇൻജെക്ട് ചെയ്യും, സെക്യൂരിറ്റി ഡിസൈൻ. ആ OWASP ടോപ്പ് 10 കംപ്ലീറ്റ് സാധനം ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതാ എന്താണ് കോമൺ വൾണറബിലിറ്റീസ് കാണിച്ചത്. ബ്രോക്കൺ ആക്സസ് കൺട്രോളിന്റെ കോമൺ വൾണറബിലിറ്റീസ് എന്താ, ഒരു പ്രിവിലേജ് എസ്കലേഷൻ, പാത്ത് ട്രാവേഴ്സൽ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. സൊല്യൂഷൻസ് വേണം, അതാ സൊല്യൂഷൻസും പറഞ്ഞുതരും. ആ സൊല്യൂഷൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്താ കിട്ടും, ആ സെയിം ഫംഗ്ഷനാലിറ്റി ഇവിടെ കിട്ടും. നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോകുക. ഓക്കെ, നമ്മളെ ഈ ഓഡിയോ ജനറേറ്റ് ആയിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം, നെക്സ്റ്റ് ടൂളിലേക്ക് എടുക്കാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ടൂൾ ഈസ് ആക്ച്വലി ഗോൾഡ് മൈനർ. ഓക്കെ, നോട്ട്ബുക്ക് LM പോലെ തന്നെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടൂളാണ്. അതിന്റെ പേരാണ് വിസ്പർ ഫ്ലോ. ഓക്കെ, ഇതില് സോറി ആപ്പ് ലോഞ്ച് ആവാൻ സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് വിസ്പർ ഫ്ലോ എന്ന് പറഞ്ഞ ആപ്പ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത്. ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്പ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, AI വോയിസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ വോയിസ് കറക്റ്റ് ആയിട്ട് അതിൽ ട്രാൻസ്ക്രൈബ് ചെയ്തെന്ന് വരില്ല അല്ലെ, ചിലപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടാറില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച്, ഇത് ഫ്രീ ആണ് കേട്ടോ, ഈ ടൂൾ ഫ്രീ ആണ്, നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിക്ഷണറി ഉണ്ടാവും. ഡിക്ഷണറി പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഓരോ പറയാനുള്ള സാധനങ്ങൾക്ക് ഒരു ശൈലി ഉണ്ടാവും. ഓക്കെ, ആ ശൈലികൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തത്. ഇതെൻ്റെ കമ്പനിയാണ്, അതിലെൻ്റെ പേരാണ് BTW ബൈ ദ വേ കൊടുക്കുന്ന സാധനമാണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇൻസൈറ്റ്സ് പറയുമ്പോൾ ഞാൻ കൂടുതലും ഉപയോഗിച്ച പ്രോംപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എത്ര വേർഡ്സ് പെർ മിനിറ്റ് ഞാൻ യൂസ് ചെയ്തെന്നുള്ളത്, ഫിക്സ്ഡ് മെയ്ഡ് ബൈ ഫ്ലോ. നമ്മൾ ചിലപ്പോൾ ചില ഭാഷകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കറക്റ്റ് ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് മാറ്റി തന്നിട്ട് ഈ വിസ്പർ ഫ്ലോ തന്നെ എന്ത് ചെയ്തു തരും, നമുക്ക് റെക്ടിഫൈ ചെയ്തു തരും, അതായത് കറക്ഷൻ ചെയ്തു തരും. അതിന് വേണ്ടിയുള്ള മെയിൻ സാധനമാണത്. ഡിക്റ്റേഷൻ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്ന ഒരു വേർഡ് കണ്ടോ, ഇതൊക്കെ ഞാൻ സംസാരിച്ച വേർഡുകളാണ്, ഈ ഉപയോഗിച്ച സാധനങ്ങളാണ്. ആൻഡ് ഇതിനോട് മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞത് നമുക്ക് മലയാളത്തിൽ നല്ല രീതിക്ക് സംസാരിക്കാം. ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റും. ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, അൺലിമിറ്റഡ് വേർഡ്സ് ആണ്, അപ്പോൾ ലിമിറ്റ് ആവും, വേർഡ്സ് ലിമിറ്റ് ആവും. പക്ഷെ നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ChatGPT തുറന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വിസ്പർ ഫ്ലോ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ആൻഡ് ഇവിടെ കണ്ടോ, ഇതായി സാധനം കണ്ടോ, ഇവനാണ് നമ്മുടെ വിസ്പർ ഫ്ലോ. ഓക്കെ, ആൻഡ് എനിക്കൊരു SRS ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരുമോ, അതായത് ഒരു e-commerce വെബ് ആപ്ലിക്കേഷൻ ആണ്. ഫ്രണ്ട് എൻഡ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് ബാക്ക് എൻഡ് നമുക്ക് പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡോക്യുമെന്റ് വേണം വിത്ത് പ്രോപ്പർ സ്ട്രക്ചർ ആയിട്ട്. കണ്ടോ, എനിക്ക് SR ഓർഗൻ ചെയ്ത് തരുമോ, അതായത് ഒരു e-commerce വെബ് ആപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഫ്രണ്ട് എൻഡ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബാക്ക് എൻഡ് നമുക്ക് പൈത്തൺ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഡോക്യുമെന്റ് വേണം പ്രോപ്പർ സ്ട്രക്ചർ ആയിട്ട്. നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഇത് കണ്ടോ, നമുക്ക് പ്രോംപ്റ്റ് കിട്ടി, സാധനം അയച്ചു തന്നിട്ടുണ്ട്. അത്ര സിമ്പിളാണ് സാധനം. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല.
ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പോകേണ്ടില്ല. ഇപ്പോൾ ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് തരും, മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ സാധനങ്ങൾ കിട്ടും. ഓക്കെ, സംഭവം പറയാൻ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ഏതായാലും ഈ മടിയന്മാരായ ആൾക്കാർ ഒന്നിനും മടിയാക്കുക, എൻ്റെ പോലത്തെ ആൾക്കാരെ പിന്നെയും മടിയനാക്കാനുള്ള മെയിൻ ടൂളാണ് ഈ സാധനം. ഓക്കെ, ആൻഡ് ഇതാണ് വിസ്പർ ഫ്ലോന്റെ മെയിൻ ഉപയോഗം. വിസ്പർ ഫ്ലോ നിങ്ങൾക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നേരെ സൈറ്റിൽ പോയിട്ട് വിസ്പർ ഫ്ലോ AI എന്ന് അടിച്ചാൽ മതി. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് AI ടൂൾ എന്ന് പറയുന്നത് ഗാമ AI ആണ്. ഇത് നമ്മുടെ പവർ പോയിന്റിന്റെ നേരെ വരുന്ന ഒരു AI ടൂളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ് വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫയൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ URL ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഏതെങ്കിലും വെബ് പേജ് ഉണ്ടെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പവർ പോയിന്റ് ആണ് ചെയ്യാറ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പവർ പോയിന്റ് സ്ലൈഡ്സ് കാണിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പ്രോംപ്റ്റ് വേണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെന്ന് അറിഞ്ഞാൽ വരില്ല, എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്താകാം, നേരെ ChatGPT പോവുക. ChatGPT പോയിട്ട് നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുക, എന്താണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം വിചാരിക്കുന്നത് ഒരു ഈസി പ്രോംപ്റ്റ്, എൻ്റെ ഒരു കമ്പനി ഉണ്ട്, നമുക്കൊരു വെബ്സൈറ്റ് വെച്ച് പറയാം. ഓക്കെ, Hey Vega, I want to create a branding for my company Aslan Design Atelier. I will share my website link, analyze the website, and give me a prompt to upload it in Gamma AI. Okay, so I will share my website URL here. So നമുക്ക് നേരെ വെബ്സൈറ്റ് എടുക്കാം. ഇത് ഒരു കമ്പനി വെബ്സൈറ്റ് ആണ്, എൻ്റെ കമ്പനി വെബ്സൈറ്റ് ആണ്. ഇവിടെ അത് എടുത്തിട്ട് ക്ലോസ് ചെയ്താട്ടെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കണം. ഓക്കെ, എന്നിട്ടാണ് പ്രോംപ്റ്റ് ചെയ്യേണ്ടത്. ഇത് വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഞാൻ പറഞ്ഞുതരാം പ്രോംപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കീ പോയിന്റ്. ഇത് കണ്ടോ, ഇത് നമ്മൾ പ്രോംപ്റ്റ് ഇപ്പോൾ ChatGPT തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്തു. ChatGPT ഉപയോഗം ഇതാണ്. ആ പ്രോംപ്റ്റ് ഒക്കെ സ്റ്റക്ക് ആയി കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ GPT പ്രോംപ്റ്റ് ചോദിച്ചാൽ GPT നമ്മൾ പ്രോംപ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ ടോൺ ഉണ്ടാവും, ടോൺ കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ GPT സജഷൻ ചോദിക്കുക നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്ക് എഡിറ്റും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഇവിടെ പോകുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കുക്ക് ചെയ്യാം. നമുക്ക് എന്താക്കാം, ജനറേറ്റ് കൊടുക്കുക. ഓക്കെ, ഗാമ AI ഓൾമോസ്റ്റ് നമുക്ക് അത്യാവശ്യം കാർഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും അർജൻസി ഒക്കെ വരികയാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയ സാധനം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബ്രാൻഡിങ് എന്ന രീതിയിലാണ് ഞാനിതിവിടെ പറഞ്ഞത്. എനിക്ക് എൻ്റെ കമ്പനിയുടെ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാൻഡിങ്ങിന് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സ്ലൈഡ്സ് വേണ്ട അതിൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ChatGPT പറഞ്ഞാൽ മതി. ഇപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ നാളെ എനിക്കൊരു പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യാനുള്ളതെന്ന് കരുതുക. അപ്പോൾ നാളെ ഞാൻ പറയുകയാണ്, നാളെ എൻ്റെ കമ്പനിയിൽ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. സോ അവർക്ക് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു പ്രോജക്റ്റ് ഷോക്കേസ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രോംപ്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ GPT നമുക്ക് ഈ പ്രോംപ്റ്റ് തരും. ആ പ്രോംപ്റ്റ് എടുത്ത് നമുക്ക് നേരെ എന്ത് ചെയ്യാം, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റിംഗ് നമുക്ക് തരും. ഇവിടെ നമുക്ക് ഇമേജസ് ഒക്കെ മാറ്റാം കേട്ടോ. ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജസ് ആണ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സാധനം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫോട്ടോസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെറിയൊരു ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ Aslan Design Atelier വെബ്സൈറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണിച്ചുതരാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന വെബ്സൈറ്റ് ആണ്. ഉണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ തീമിൽ ഇവിടെ വന്നത്. ഓക്കെ, പിന്നെ ഇവിടെ അതിനെ കുറിച്ചിട്ട് കണ്ടോ, പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ
നമ്മുടെ സ്കോപ്പ് ഓഫ് വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന സർവീസസിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, ആൻഡ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രിൻസിപ്പിൾസ്, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുക, ഏതൊക്കെ ഐഡിയ യൂസ് ചെയ്താണ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അപ്പൊ നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു തീമോ എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്യണമെങ്കിൽ സ്ലൈഡ്സ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ പറയുകയാണ് എക്സാക്ട്ലി എനിക്ക് പവർ പോയിന്റ് പോലെ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രോംപ്റ്റ് കൊടുത്തിട്ട് പവർ പോയിന്റ് പോലെ രീതിയിലുള്ള ഒരു സ്ലൈഡ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ ഈ ഇമേജസ് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ. ഈ ഇമേജ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ഇമേജ് ഫോട്ടോസ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇമേജ്, നമുക്ക് ഈ ഒരു ഇമേജ് ഇവിടെ കൊണ്ടിട്ടാൽ കണ്ടോ, നമുക്ക് ഇവിടെ ഇമേജ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലേ ഔട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ മെയിൻ കീ പോയിന്റ് അതിൻ്റെ കണ്ടന്റ് ആയിരുന്നു. ഓക്കെ, ഇതാണ് ഇതിലുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ജെമിനൈൻ്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഓഡിയോ റിവ്യൂ കേൾക്കാൻ. നമുക്ക് ഓഡിയോ റിവ്യൂ റെഡി നോക്കാം. യെസ്, റെഡി കേട്ട് നോക്കാം. Imagine it is the final day of your sophomore year of high school. You're out on the baseball field. It's just a normal sunny afternoon. And then in a fraction of a second, everything just goes violently dark. Yeah, a classmate takes a full aggressive swing with a baseball bat. The grip slips out of his hands, and that solid wooden bat flies through the air and strikes you directly between the eyes. Which is just a horrific thing to even ഓക്കെ, picture. ഒരു ഇന്ററാക്റ്റീവ് മോഡ് കണ്ടോ. ഈ ഇന്ററാക്റ്റീവ് മോഡ് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ആൻസർ വന്നുതരും. ഓക്കെ, നമുക്ക് ഇന്ററാക്റ്റീവ് മോഡ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്യണം. Imagining is the final day of your sophomore year of high school. You're out on the baseball field. It's just a normal sunny afternoon. And then in a fraction of a second, everything just goes നമുക്ക് വേണമെങ്കിൽ ഒരു violently ക്വസ്റ്റ്യൻ dark. ചോദിച്ചു Yeah, a classmate takes, but to understand. Oh, go for it. What are the 4 steps of habit loop? That is the perfect question to ground our whole conversation. Yes, it is really the heartbeat of the entire book. The 4 steps are cue, craving, response, and reward. Okay, let's unpack this. What exactly is a cue? A cue is just a bit of information that predicts. അതിനെ കുറിച്ച് So പറഞ്ഞിരുന്നോ. it's like the trigger that ഇവിടെ gets നമ്മൾ your ആ brain ക്യൂ moving. ക്രേവിംഗ് Exactly. It റെസ്പോൺസ് leads റിവാർഡ് എന്ന് to a പറഞ്ഞിട്ട് craving, which is the അതിനെ motivation. കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. Right, like wanting to Okay. feel a certain way or solve a problem. Then you have the അപ്പോൾ response. ഇതാണ് which is ഇതിലെ the മെയിൻ actual പോയിന്റ് എന്ന് habit. പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊടുക്കുന്നത്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു മിനി ക്യൂ തരാം എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം. നോർമലി ഇപ്പോൾ നമ്മളൊരു യൂസർ നമ്മൾ ChatGPT കയറിയിട്ട് ഗീവ് മീ സൊല്യൂഷൻ ഫോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞോട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഒരാളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ ആയിരിക്കണം നമ്മൾ ChatGPT-നോട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു LLM ആയിരിക്കോട്ടെ അതിനോട് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ആളോട് പുതിയ കാര്യം സംസാരിക്കുന്നത് നമ്മൾ എന്തൊക്കെ വെച്ചാൽ പറയാം, നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് പറയും, കോണ്ടെക്സ്റ്റ് പറയും, എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയും, എന്നിട്ടാണ് ഔട്ട്പുട്ട് ചോദിക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ചോദിക്കേണ്ടത്. ആ ഒരു ഫ്രെയിം വർക്കിന് പറയുന്ന പേരാണ് റൈസ് ഫ്രെയിം വർക്ക്. റൈസ് ഫ്രെയിം വർക്ക് ഇൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. റൈസ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് റോൾ, ഇൻസ്ട്രക്ഷൻ, കോണ്ടെക്സ്റ്റ് ആൻഡ് എക്സാമ്പിൾ. ഓക്കെ, റോൾ നമ്മൾ ChatGPT-ക്ക് ഒരു റോൾ അസൈൻ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തായിരുന്നു, ഗിവ് മി എ സൊല്യൂഷൻ ഫോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി സാധനം കിട്ടും. ഇവിടെ എന്തുകൊണ്ടാണ് കിട്ടിയത് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സാധനം ഗാമ AI സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ചാറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യു ആർ എ പ്രോഗ്രാമർ, യു ആർ പൈത്തൺ ഡെവലപ്പർ.
with expertise in this field above 5+ years of experience. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ എ ഐ കൊടുക്കുന്ന റോള്. നീ ആരാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു MBBS റിലേറ്റഡ് ആണെങ്കിൽ നീ ഒരു 5 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടായ ഒരു ഡോക്ടറാണ്. യു ഹാവ് സോ മച്ച് വിസ്ഡം എന്ന്, അല്ലെങ്കിൽ യു ഹാവ് സോ മച്ച് നോളജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് അപ്പം റോൾ അസൈൻ ചെയ്ത്. ഇനി നമുക്ക് വേണ്ടത് നമുക്കിവിടെ എന്താക്കുക, റോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഇൻസ്ട്രക്ഷനാണ്. എന്താണ് എനിക്ക് വേണ്ടത്? ഇൻസ്ട്രക്ഷൻ. ഓക്കെ, give me a detailed class or report of പൈച്ചാം കൊടുക്കാം. പൈച്ചാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയ ഒരു ഇൻസ്ട്രക്ഷൻ വേണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ആർക്കാണ് നമ്മളിത് കൊടുക്കാനുള്ളത്. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ, ടാർഗറ്റ് ഓഡിയൻസ്, ഓർ ടു പ്രിവെന്റ് എ ഫ്രം മേക്കിംഗ് അസംഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നീ എനിക്ക് ഒരു സ്റ്റുഡൻ്റ് എന്ന നിലക്ക് വേണം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഓക്കെ, നമ്മളിപ്പോൾ ചോദിക്കുന്നത് എന്താണ്, പൈത്തൻ്റെ ഒരു പൈച്ചാമിനെ കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ ചോദിക്കുക. ഓക്കെ, സോ ഐ ആം എ സ്റ്റുഡൻറ്, അല്ലെങ്കിൽ ഐ ആം എ ഫ്രഷർ എന്ന് പറയാം. ഐ ആം എ ഫ്രഷർ വർക്കിംഗ് ഇൻ ആൻ IT company. Okay, IT company. I need help for backend to develop a മൊബൈൽ ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കാം. മൊബൈൽ ആപ്ലിക്കേഷൻ എനിക്ക് കറക്റ്റ് പൈത്തനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, എന്താണ് പൈച്ചാമിന് സാധനം കൊടുക്കേണ്ടത് എന്താണ് കറക്റ്റ് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് മനസ്സിലാവും എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. അവർക്ക് AI ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താകും, AI കുറേ സാധനങ്ങൾ എക്സാജറേറ്റ് തള്ളി സാധനം നമുക്ക് തരും. തള്ളലുണ്ട്, ഭയങ്കര തള്ളലാണ്. അപ്പോൾ ആ തള്ളൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽ സാധനങ്ങൾ. ഇനി നമ്മൾ വേണ്ടത് എക്സാമ്പിളാണ്. ഐ ഡോണ്ട് വാണ്ട് എനി knowledge. I want you to share me your experience or wisdom, that how you overcome on the obstacle you have faced. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റൈസ് എന്നുള്ള ഫ്രെയിംവർക്ക് കൊടുക്കുക. ഓക്കെ, റോൾ, ഇൻസ്ട്രക്ഷൻ, കോണ്ടെക്സ്റ്റ് ആൻഡ് എക്സാമ്പിൾ. റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ChatGPTക്ക് ഒരു റോള് കൊടുക്കുക. നീ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. ലെറ്റ്സ് എ പ്രോഗ്രാമിംഗ് ഡെവലപ്പർ, ഒരു ടീച്ചർ, ഡോക്ടർ, ലോയർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, അങ്ങനെ പലതും പോകും. CEO അല്ലെങ്കിൽ SEO അനലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ എന്തൊക്കെ റോൾസ് ഉണ്ട് ആ റോൾസ് നമുക്ക് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ള സാധനം ചോദിക്കുക. എനിക്കിപ്പോൾ വേണ്ടത് പൈച്ചാമിനെ കുറിച്ചുള്ള റിപ്പോർട്ടോ അല്ലെങ്കിൽ ക്ലാസ്സോ ആണ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് എന്താ, നമ്മൾ എന്താണ് കൊടുക്കാൻ വിചാരിക്കുന്നത്, നമുക്ക് എന്തിനാണ് ഇത് കൊടുക്കുന്നത്. ഞാനൊരു ഫ്രഷറാണ്, ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്നു. എനിക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ള കാര്യത്തിൽ ഒന്ന് അറിയണം. ഓക്കെ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം ഇപ്പോൾ GPT പറഞ്ഞുതരും. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് എനി നോളജ്. ഇതാണ് എക്സാമ്പിൾ കൊടുക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് എനി നോളജ്, ഐ വാണ്ട് ടു ഷെയർ മൈ എക്സ്പീരിയൻസ്, യുവർ എക്സ്പീരിയൻസ്, ദാറ്റ് ഹൗ യു ഓവർകം ദ ഒബ്സ്റ്റക്കിൾ യു ഹാവ് ഫേസ്ഡ്.
നീ ഫേസ് ചെയ്ത ഒബ്സ്റ്റക്കിളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നീ മറികടന്നുള്ളൊരു എക്സ്പീരിയൻസും അതൊരു അറിവുമാണ് എനിക്ക് നീ തരേണ്ടത്. എനിക്ക് വെറും ഒരു നോളജ് അല്ല, എനിക്ക് അറിവാണ് വേണ്ടത്. അറിവ് തരുമ്പോൾ ChatGPT ചെയ്ത മിസ്റ്റേക്ക് നമുക്ക് തരും. ആ മിസ്റ്റേക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. കണ്ടോ, പൈസാമ സംബന്ധ IDE അല്ല എന്നാ പറയുന്നത്. With the biggest mistake I made when I first started, my workflows was Vico, run, error fix, repeat. Today my workflow is read, error, understand, error, predict solution, then change code. The IDE isn't there to magically fix problems. It helps you to investigate them. Don't fight the red underlines. Every beginner ignores them. Don't. ഇപ്പൊ ഇങ്ങനെ വന്നിട്ടാണ് നമുക്ക് എന്ത് തരിക, ഒരു പ്രോംപ്റ്റിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഡീറ്റെയിൽഡ് ഔട്ട്പുട്ട് കിട്ടും. ഇനി വേണമെങ്കിൽ ഗിവ് മീ എ പ്രോംപ്റ്റ് ഫോർ ദിസ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഞാൻ ചോദിച്ചതിൻ്റെ പ്രോംപ്റ്റ് തരും. Okay, let's see. Okay. കണ്ടോ, ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആ സെയിം സിനാരിയോ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഒരു വലിയൊരു പ്രോംപ്റ്റ് കിട്ടി. കണ്ടോ, Hello, you are a senior Python backend engineer with 10+ years of experience working in startups and enterprise companies. You are also a mentor who has trained junior developers into professional backend engineers. ഞാൻ ചോദിച്ചത് തന്നെ ഒന്നുകൂടിയും പോളിഷ് ചെയ്ത് സാധനം കൂടി തന്നു. Context. I am a fresher who recently joined an IT company working in ID backend for a mobile application using Python, FastAPI, Django, Flask. I use PyCharm as my primary IDE. Okay, instruction. I don't want theoretical explanation or beginner tutorials. I already know I can still documentation for those. Instead, I want to teach me from your real world experience. നമ്മൾ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഓക്കെ, കണ്ടോ, അതിൽ ഓരോ ടോപ്പിക് വെച്ചിട്ട് തന്നിക്കണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരുപാട് സാധനങ്ങൾ തന്നെ കാണുന്നുണ്ട്. ഷെയർ മിസ്റ്റേക്ക് യു മെയ്ഡ് ആസ് ജൂനിയർ ഡെവലപ്പർ. Explain how experienced developers think differently. Describe obstacles you have faced in production projects. Tell me how you debug and solve this problem. ഇതിൽ തന്നെ നമുക്ക് എന്താക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടി അല്ലേ? നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രോംപ്റ്റ് ഉണ്ടാക്കാം, അതിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താം. ഇവിടെ എക്സ്പ്ലെയിൻ ഹൗ ടു റൈറ്റ് ക്ലീൻ, സ്കേലബിൾ ആൻഡ് മെയിൻറ്റെയിൻ കോഡ്. മെൻഷൻ ഷോർട്ട് കട്ട്സ്, ഹിഡൻ IDE ഫീച്ചേഴ്സ്, വർക്ക് ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ടിപ്സ്. ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇതൊക്കെ GPT ഇപ്പം എനിക്ക് എടുത്ത് തന്നാൽ. അപ്പം നമ്മൾ നോർമലി ഒരു സാധനം വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടൂല അല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് ചോദ്യങ്ങൾ കിട്ടി, അതിനുള്ള ടോപ്പിക്കും വന്നു. കണ്ടോ, ഒരു സീനിയർ ഡെവലപ്പർ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക, ടോപ്പിക് കിട്ടി. ഇത് വെച്ച് നമുക്ക് എന്താക്കാം? ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. Give me an explanation to this. കണ്ടോ, എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു. ബ്രീഫായിട്ട് നമ്മൾ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഉപകാരം. ഇങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മളൊരു മനുഷ്യനോട് ചോദിക്കുന്ന മാതിരി തന്നെ ചോദിക്കുക. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ റൈസ് ഫ്രെയിംവർക്ക് വെച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്, ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി പറയാറ് പ്രോംപ്റ്റ് എഞ്ചിനീയറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് എനിക്ക് പറഞ്ഞു തരാൻ, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ജെമിനി നോട്ട്ബുക്ക് എല്ലാം ആണ്, പിന്നെ ഗാമ AI പറഞ്ഞു, വിസ്പർ ഫ്ലോ പറഞ്ഞു, പിന്നെ റൈസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, സോ
ദാറ്റ്സ് ഓൾ ടുഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഐനെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഇനി എന്തൊക്കെയാണ് വരാനുള്ള കാര്യത്തിൽ ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ഇമേജ് ജനറേഷൻസ് ഉണ്ടാവും, ഏത് ടൂളാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ് ആൻഡ് താങ്ക് യു. ബൈ.